വെള്ളത്തിന് വേണ്ടി വഴക്ക് കൂടുന്ന പഴയ കാലങ്ങളൊക്കെ പോയിട്ടുണ്ട്. വെള്ളം ഒരുപാട് ദൂരദിക്കുകളിൽ നിന്ന് കൊണ്ടുവരുന്ന സമയത്ത് ഒരു കിണറുണ്ടാവുക. അപ്പോൾ കുറേ ആളുകൾ അവിടുന്ന് വെള്ളം ഉപയോഗപ്പെടുത്തുന്നുണ്ടാവും. അതുപോലെ ടാങ്കറുകളിൽ വന്നിട്ട് സമ്മർ സീസണിലൊക്കെ നാട്ടിൽ ടാങ്കറിൽ വെള്ളം അടിക്കുന്ന, എന്നിട്ട് അവിടുന്ന് ഇങ്ങനെ കൊണ്ടുപോകുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ വെള്ളത്തിൻ്റെ ലഭ്യത വളരെ കുറവായിരുന്നു. അപ്പോൾ ഏത് ദൂരദിക്കിലാണെങ്കിലും അവിടെ പോയി തലയിൽ ചുമന്നും അതല്ലെങ്കിൽ സൈക്കിള് അല്ലെങ്കിൽ അതുപോലെയുള്ള വണ്ടികളിൽ കൊണ്ടുവന്നിട്ടൊക്കെ വെള്ളം യൂസ് ചെയ്തിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഓരോ തുള്ളിയും അന്ന് ആ രീതിയിൽ വിലപ്പെട്ടതായിരുന്നു. അങ്ങനെയാണ് വീടുകളിലൊക്കെ അത് ശേഖരിച്ച് വെച്ചിരുന്നത്. ഇന്നത്തെ സാഹചര്യമൊക്കെ കുറച്ചുകൂടെ മാറിയിട്ടുണ്ട്. ഇന്ന് വെള്ളത്തിൻ്റെ ലഭ്യത കൂടിയിട്ടുണ്ട്. പിന്നെ മോശം വെള്ളമാണെങ്കിലും അതിനെ ഫിൽട്ടർ ചെയ്തൊക്കെ യൂസ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആളുകളുടെ വീട്ടിൽ കുറേയൊക്കെ ഫിൽട്രേഷൻ സിസ്റ്റമൊക്കെ വരികയും വെള്ളം ഉപയോഗപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ വെള്ളം ദുരുപയോഗം ചെയ്യാന്നുള്ളിടത്ത്, വെള്ളം ആവശ്യത്തിലേറെ ഉപയോഗിക്കുന്നിടത്ത്, വേസ്റ്റേജ് ഉണ്ടാക്കുന്നിടത്ത് നമ്മൾ അത് വളരെയധികം ശ്രദ്ധിക്കണം. അത് മറ്റെന്തിനെങ്കിലും ഗുണകരമാക്കുക എന്നുള്ളത് നമുക്ക് വെള്ളം വേസ്റ്റേജ് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തതാണ്. കാരണം ഒന്ന് ശുദ്ധീകരിക്കുമ്പോൾ അതിൽ വേസ്റ്റ് ഉണ്ടാകും. പക്ഷേ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ അതിനെ ഗുണകരമാക്കുക എന്നുള്ളതാണ്. ഞാൻ ഇപ്പോൾ അടുത്തൊരു വീഡിയോ കാണാനിടയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരു ബാലൻ ഇങ്ങനെ നടന്നു പോകുമ്പോൾ സിയുടെ വെള്ളം ഇങ്ങനെ എറ്റി വീഴുന്നിടത്തേക്ക് തൊട്ടടുത്ത് നിൽക്കുന്നുണ്ടായിരുന്ന ഒരു ചെടി നീക്കി വെക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അങ്ങനെ ആ പയ്യൻ 2-3 ദിവസം കടന്ന് അതുവഴി പോകുമ്പോഴേക്കും ആ ചെടി ഉണങ്ങി നിന്നായിരുന്ന ചെടിയായിരുന്നു അത് തളിർത്ത് നിൽക്കുന്നത്. എന്നതുപോലെ നമ്മൾ ഏത് ഭാഗത്തും വേസ്റ്റിൻ്റെ ഭാഗത്തും അതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണാൻ നമ്മൾ ശ്രമിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. നമ്മുടെ വീടുകളിലൊക്കെ വെള്ളം അങ്ങനെ വേസ്റ്റായിട്ട് പോകുന്നുണ്ടെങ്കിൽ നിർബന്ധമായും ഒരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് വേണം അതിനെ തുറന്നു വിടാനായിട്ട്.